ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന എബ്രോഡ് യൂണിവേഴ്സിറ്റിയാണ് താഷ്കെന്റ് മെഡിക്കൽ അക്കാദമി. താഷ്കെന്റ് മെഡിക്കൽ അക്കാദമിയെക്കുറിച്ചും ഉസ്ബെക്കിസ്ഥാനെക്കുറിച്ചും താഷ്കെന്റ് നഗരത്തെക്കുറിച്ചും ഒക്കെ പല വീഡിയോകളിലും ഞാൻ വിശദമായി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ താഷ്കെന്റിൽ അഡ്മിഷൻ ക്ലോസ് ആയി, അപ്ലിക്കേഷൻ ഇട്ട പല കുട്ടികളും ഇന്റർവ്യൂ ഒന്നും കിട്ടാതെ അഡ്മിഷൻ ക്യാൻസലായി. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഓപ്ഷൻ ഏതാണ് എന്ന് പല കുട്ടികളും ആലോചിക്കുന്ന ഒരു സമയമാണ്. സെൻട്രൽ ഏഷ്യയിലെ താഷ്കെന്റ് മെഡിക്കൽ അക്കാദമിയെ പോലെ ഏറ്റവും മികച്ച 2 ഓപ്ഷനുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് അസർബൈജാനിലാണ്, ബാക്കുവിലുള്ള അസർബൈജാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അസർബൈജാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. നല്ല അക്കാഡമിക് ക്വാളിറ്റിയും പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയവും എല്ലാമുള്ള. രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. അവിടെയുള്ള ആകെയുള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫീ അല്പം കൂടുതലാണ്. താഷ്കെന്റിനൊക്കെ അപേക്ഷിച്ച് പ്രതിവർഷം നല്ല വ്യത്യാസം വരും അസർബൈജാനിൽ പഠിക്കുമ്പോൾ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഭൗതിക ഫെസിലിറ്റീസും കാര്യങ്ങളും ക്വാളിറ്റിയും ഒക്കെ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ലോ കോസ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ താഷ്കെന്റിൽ തന്നെ, താഷ്കെന്റ് നഗരത്തെക്കുറിച്ച് നമുക്കറിയാം, സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയാണ്. അത്രയും നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ താഷ്കെന്റിൽ കിട്ടും. അത് ആ പരിസരത്ത് മറ്റൊരു രാജ്യത്തും കിട്ടാത്തൊരു സവിശേഷതയാണ്. ഉസ്ബെക്കിസ്ഥാനിലാണ് സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. ഇപ്പോൾ താഷ്കെന്റിൽ യൂറോപ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യുറേഷ്യൻ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ WDOMSന്റെ സൈറ്റിലൊക്കെ നോക്കിയാൽ രണ്ടാമത് കാണുന്ന യൂണിവേഴ്സിറ്റി താഷ്കെന്റ് മെഡിക്കൽ അക്കാദമിയുടെ തൊട്ട് മുകളിലായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് NMCയുടെ റൂൾസ് പ്രകാരമാണ് അവിടുത്തെ കോഴ്സ് നടക്കുന്നത്. പിന്നെ WHO അപ്രൂവ്ഡ് ആണ്. WDOMSൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ECFMG അക്രഡിറ്റേഷൻ ഉണ്ട്, WFME ഉണ്ട്, ഫെയ്മർ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ അക്രഡിറ്റേഷനും ഉള്ള നല്ലൊരു അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ അക്കാഡമിക് ക്വാളിറ്റി, ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് നടക്കുന്ന താഷ്കെന്റിലെ യൂണിവേഴ്സിറ്റി EMU ആണ്. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഡെയിലി ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ 5-6 മണിക്കൂർ ഡെയിലി ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല, ഡെയിലി കുട്ടികളുടെ അക്കാദമിക് ക്വാളിറ്റി അവർ അസസ് ചെയ്യും. യൂറോപ്യൻ അസസ്മെന്റ് സിസ്റ്റങ്ങളൊക്കെയാണ്. പേര് പോലെ തന്നെ ഒക്കെ യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പിന്നെ UKMLയും USMLയൊക്കെ എഴുതാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി സഹായകമാകുന്ന ഒരു കരിക്കുലൊക്കെയാണ് അവരുടേത്. നല്ല സ്ട്രോങ് അക്കാഡമിക്സ് ആണ്. ഡെയിലി കുട്ടികളുടെ അപ്ഡേറ്റ്സ് അവിടുത്തെ ഒരു സ്ക്രീനിൽ, അവരുടെ പെർഫോമൻസും അക്കാദമിക് അപ്ഡേറ്റ്സും ഒക്കെ ഡെയിലി അസസ് ചെയ്ത് അവർ സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ മന്ത്ലി അപ്ഡേഷൻ വേറെ ഉണ്ടാകും. അങ്ങനെ അക്കാഡമിക്സ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്ന, അതിൻ്റെ ക്വാളിറ്റി വളരെ നന്നായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് EMUവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവിടെ $5500 ഫീ. പക്ഷേ നിങ്ങൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രതിവർഷം $4000 ഫീയിൽ, ഏകദേശം താഷ്കെന്റ് മെഡിക്കൽ അക്കാദമിയുടെ ആ ഒരു സെയിം ഫീയിൽ തന്നെ താഷ്കെന്റിൽ തന്നെയുള്ള EMU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. താഷ്കെന്റിലുള്ള ലോക്കൽസ്, അവിടെയുള്ള അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൂടുതൽ മെഡിക്കൽ പഠനത്തിന് ചൂസ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റികളാണ് EMUയും അക്ഫയും. അക്ഫ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ. കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ് കുറവിൽ, എന്നാൽ നല്ല യൂറോപ്യൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ താഷ്കെന്റ് പോലെയുള്ള നല്ല പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു സിറ്റിയിൽ വെച്ച് നേടാനുള്ള ഒരു അവസരമാണ് EMU എന്ന് പറയുന്നത്. അപ്പോൾ EMU ആവട്ടെ, അസർബൈജാൻ ആവട്ടെ, സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും മികച്ച ഓപ്ഷനുകളെ കുറിച്ച് അറിയാനും, ഇനി നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി കണ്ടെത്തി വെച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാനും, അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം.